dear students. Now we are going to discuss the techniques of inventory control. It is also known by other names like the techniques of material control, stores control, etc. So what do you mean by inventory control? Simply it refers to the controlling of inventories. Then what is inventory? Inventory here we mean the raw materials which is held by the organization. Every organization will be having some amount of raw material from which they are going to manufacture the finished product. And there is a problem with the raw materials. The problem is that when we purchase some amount of raw material, our money is blocked in that particular raw material. അതായത് നമ്മൾ ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു റോ മെറ്റീരിയൽ വാങ്ങിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റോ മെറ്റീരിയലിൽ എപ്പോഴും നമ്മളുടെ കുറച്ച് പണം ബ്ലോക്കായിട്ട് കിടക്കുകയാണ് ചെയ്യുക. ഈ പണം നമ്മൾക്ക് റിയലൈസ് ചെയ്ത് കിട്ടുക എപ്പോഴാണ്? ഓൺലി വെൻ ദിസ് റോ മെറ്റീരിയൽ ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആൻഡ് ദീസ് ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് ആർ സോൾഡ് ടു കസ്റ്റമേഴ്സ് ആൻഡ് if suppose these goods are sold on credit to the customers, then only after realization of the debtors we can say the money that we have put in the inventory or the raw material has been realized. So naturally there is a time gap, and so the problem with the material is that the money will be blocked for some length of time. കുറച്ച് കാലത്തേക്ക് നമ്മൾ ഈ മെറ്റീരിയലിലേക്ക് ഇറക്കിയിരിക്കുന്ന പൈസ അവിടെ തന്നെ കുടുങ്ങിക്കടന്നു പോകും, അതായത് അവിടെ ബ്ലോക്കായി പോകും. ദാറ്റ് ഈസ് ദ പ്രോബ്ലം. അഗെയിൻ നമ്മളിപ്പോൾ മെറ്റീരിയൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ വി ഷുഡ് ടേക്ക് നെസറി സ്റ്റെപ്സ് ഫോർ പ്രിസർവിങ് ദ മെറ്റീരിയൽ. ദെൻ ഓൺലി വി ക്യാൻ മെയിൻറ്റെയിൻ ദ ക്വാളിറ്റി. ഇഫ് ദ റോ മെറ്റീരിയൽ ഈസ് ഓഫ് ഗുഡ് ക്വാളിറ്റി, ദെൻ ഓൺലി the finished product will be having some level of quality. അതായത് റോ മെറ്റീരിയൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ റോ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി കുറയാതെ അത് സൂക്ഷിച്ച് വെക്കുക, അത് പ്രിസർവ് ചെയ്ത് വെക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം കൂടെ സ്ഥാപനത്തിനുണ്ട്. കാരണം എന്താണ്? റോ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയെ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ബാധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് എന്തിനേയും ബാധിക്കും? ആ സ്ഥാപനം ഉണ്ടാക്കുന്ന ഫിനിഷ്ഡ് പ്രൊഡക്റ്റിനെയും ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഇൻവെൻ്ററി കൺട്രോൾ ചെയ്യുക എന്നുള്ളത് വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ഥാപനങ്ങൾ എല്ലായ്പ്പോഴും ഈ ഇൻവെൻ്ററി അല്ലെങ്കിൽ ആ മെറ്റീരിയലിനെ പരമാവധി മെറ്റീരിയലിലുള്ള കോസ്റ്റ് കുറയ്ക്കുവാൻ ശ്രമിക്കും. അത് എങ്ങനെയാണ് കോസ്റ്റ്? ആ കോസ്റ്റ് ഞാനിപ്പോൾ ഒന്ന് പറഞ്ഞു കഴിഞ്ഞു. അവർ മണി വിൽ ബി ബ്ലോക്ക്ഡ്. ഒന്ന് ഈ ബ്ലോക്കായി കിടക്കുന്ന മണി എന്ന് വെച്ചാൽ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്ന അതിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുക എന്നുള്ള ലക്ഷ്യം. രണ്ടാമത് അത് സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാലം നമ്മളത് എടുത്ത് വെക്കുമ്പോൾ നമ്മളത് സ്റ്റോർ കീപ്പർക്ക് വേണ്ടി വരുന്നത് അത് മെയിൻറ്റെയിൻ ചെയ്ത് അതിനെ പ്രിസർവ് ചെയ്ത് പ്രിസർവ് ചെയ്ത് വെക്കാൻ വേണ്ടി വരുന്ന ചിലവ്. ഈ രണ്ട് ചിലവുകളും കുറയ്ക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് വി ആർ യൂസിങ് ദീസ് ടെക്നിക്സ് ഓഫ് ഇൻവെൻ്ററി കൺട്രോൾ. ഓക്കെ. എഗെയിൻ ഈ ഇൻവെൻ്ററി കൺട്രോളിൻ്റെ മറ്റൊരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമ്മളുടെ പ്രൊഡക്ഷൻ ഒരിക്കലും നിന്ന് പോകാൻ പാടില്ല. ദാറ്റ് മീൻസ് if we are storing the material, that means there are two situations. Sometimes we may be storing huge volume of material which is actually in excess of our needs. So what will happen? നമ്മൾക്ക് ആവശ്യത്തിൽ കൂടുതൽ മെറ്റീരിയൽ നമ്മൾ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുറേ പൈസ അവിടെ ബ്ലോക്കായിട്ട് കിടക്കും. അപ്പോൾ പിന്നെ ഉണ്ടാകുന്നൊരു പ്രശ്നം, നമ്മൾ ആവശ്യത്തിന് മെറ്റീരിയൽ വാങ്ങിക്കാതിരിക്കുക. അതായത് the purchase of we are purchasing material which is not sufficient to meet the needs of the organization. നമ്മുടെ സ്ഥാപനത്തിൻ്റെ ആവശ്യങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റാത്ത അത്രയും മെറ്റീരിയൽ മീറ്റ് ചെയ്യാൻ സഫിഷ്യൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ കയ്യിലില്ലാത്ത അവസ്ഥ. അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യം കൊണ്ട് എന്ത് സംഭവിക്കും? സ്ഥാപനത്തിൻ്റെ പ്രൊഡക്ഷൻ നിന്ന് പോകും. സോ ദീസ് ടു സിറ്റുവേഷൻ ഷുഡ് ബി അവോയ്ഡഡ്: overstocking and understocking of material.
ഓവർ സ്റ്റോക്കിംഗ് എന്ന് വെച്ചാൽ ആവശ്യത്തിൽ കൂടുതൽ, അണ്ടർ സ്റ്റോക്കിംഗ് എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് എത്രയാണോ വേണ്ടത് അതിനേക്കാൾ കുറവ്. ദീസ് ടു സിറ്റുവേഷൻ ഷുഡ് ബി അവോയ്ഡഡ് ആൻഡ് വി ഷുഡ് ഗോ ഫോർ ഒപ്റ്റിമം സ്റ്റോറേജ് ഓഫ് മെറ്റീരിയൽ. അപ്പം ഒപ്റ്റിമം സ്റ്റോറേജ് ഉണ്ടാക്കുക എന്നുള്ളതും ഈ സ്റ്റോഴ്സ് കൺട്രോളിൻ്റെ ലക്ഷ്യമാണ്. സോ ലെറ്റ് us ഡിസ്കസ് വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് ടെക്നിക്സ് ഓഫ് inventory control. We are having some different techniques. First of all, we can have a look on what are these different techniques. The first one is classification and codification of materials. Each of them we will discuss in detail. So first I am going just mentioning each of these techniques. The first one is classification and codification of material. Then the second is double bin system. Next is stores stock levels. Another one is EOQ, economic order quantity. Then another one is material turnover ratio. Then the stock verification system, that is whether we are going for physical verification or perpetual inventory system. So that is the thing. Then impress system, the selective inventory control methods, ABC, always better control, VED, vital, essential, desirable, FSN, fast, slow and non-moving, and finally JIT, just in time. Okay, so these are the different stores control methods. So let's have a look on each of them. The first one is classification and codification of material. So here in this kind of control, what we are doing is an organization will be having a large number and varieties of materials, different kinds of materials. So each of these materials are classified on the basis of their similarity or on the basis of the particular purpose, usage, particular purpose or usage of that particular material. So on that basis, we are firstly classifying the material. Those materials who are having some similarities will be grouped together. Okay. And next comes, we are going for codifying the material. So what do you mean by codification? Codification is very simple. Assigning some numbers, assigning some names, or assigning some alphanumeric features to a particular material. So very simply saying, giving a name to a stock, giving name to a material, ഒരു മെറ്റീരിയലിന് ഒരു പേര് കൊടുക്കുക, അതാണ് എന്തെന്ന് പറയുന്നത് കോഡിഫിക്കേഷൻ. കോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു നമ്പർ കൊടുക്കുന്നതാവാം. മെറ്റീരിയലിനെ നമ്മൾ 525 എന്നൊക്കെ പറയാം. 525 മെറ്റീരിയൽ 525, മെറ്റീരിയൽ 625, മെറ്റീരിയൽ 715. സോ അങ്ങനെ ഒരു നമ്പർ അങ്ങ് അസ്യൂം ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ വി ക്യാൻ അസൈൻ സം alphabetic codes. Alphabetic codes means we may be saying material AB, material Z, material PQ, അങ്ങനെ. അല്ലെങ്കിൽ എ കോമ്പിനേഷൻ ഓഫ് ദിസ് alphanumeric, ആൽഫബറ്റും ന്യൂമറിക്കും, A21, ഇറ്റ്സ് എ മിക്സ് ഓഫ് ആൽഫബറ്റ്സ് ആൻഡ് ന്യൂമറിക്. അങ്ങനെ ഓരോ മെറ്റീരിയലുകൾക്കും എന്തെങ്കിലും ഒരു കോഡ് കൊടുത്ത് മാറ്റിവെക്കുക. അങ്ങനെ കോഡ് വഴി മെറ്റീരിയലുകൾ ക്ലാസിഫൈ ചെയ്ത് ഗ്രൂപ്പാക്കി വയ്ക്കുന്നു. എന്നിട്ട് ഓരോന്നിനും ഓരോ കോഡ് കൊടുക്കുന്നു. ഓരോ മെറ്റീരിയലും എപ്പോൾ എങ്ങനെയൊക്കെ തീരുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ വി മേ ബി ഗോയിങ് ഫോർ പർച്ചേസ്. സോ ദെയർ ബൈ വി ആർ കൺട്രോളിങ് വിച്ച് മെറ്റീരിയൽ ഈസ് മൂവിങ് ഫാസ്റ്റ്. അങ്ങനെ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ മെറ്റീരിയലിനെ നിയന്ത്രിക്കുന്നു. ഈ തരത്തിലുള്ള മെറ്റീരിയലിനെ ക്ലാസിഫൈ ചെയ്ത് ഒക്കെ എടുത്ത് വയ്ക്കുന്നത് ദിസ് ഈസ് എ കൺട്രോളിങ് ടെക്നിക്. ഓക്കെ, so this is the first one, classification and codification of material. Okay, then we are moving on to the second one, that is double bin system. അപ്പോൾ എന്താണ് ബിൻ എന്ന് പറഞ്ഞാൽ? ബിൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, the place where some material is stored. So it may be, bin may be, it may be a drum, or it may be a shelf, or it may be a rack in the shelf, or it may be a particular place on the floor where some material are stored. അതായത് ഇതെന്ന് പറയുന്നത്, ഈ ബിൻ എന്ന് പറയുന്നത് എന്താവാം?
ബിൻ എന്ന് പറയുന്നത് ഒരു സ്ഥലം, എവിടെയാണോ മെറ്റീരിയൽ സ്റ്റോർ ചെയ്യുന്നത് ആ സ്റ്റോർ ചെയ്യുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബിൻ എന്ന് പറയുന്നത് ചിലപ്പം ഡ്രം ആവാം, വലിയ വീപ്പകൾ അങ്ങനത്തതാവാം, അതിൻ്റെ ഉള്ളിൽ നമ്മൾ മെറ്റീരിയൽ ഇങ്ങനെ ഇട്ട് നിറച്ച് വെക്കുന്നത് അങ്ങനത്തതാവാം. ഇല്ലെങ്കിൽ അലമാര, അതിൻ്റെ ഷെൽഫുകൾ, അതിൻ്റെ റാക്കുകൾ അതാവാം. ഇനി അല്ലെങ്കിൽ നിലത്ത് ഏതെങ്കിലും ഒരു പ്രത്യേക സ്പേസ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഏരിയ, അത് എന്തിനു വേണ്ടി, ഒരു മെറ്റീരിയൽ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി അത് നിലത്താണ് നമ്മൾ എടുത്ത് വെക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനത്തെ മെറ്റീരിയൽ ആണെങ്കിൽ, വലിയ മെറ്റീരിയലൊക്കെ ആണെങ്കിൽ അതൊരു പ്രത്യേക സ്ഥലത്ത് നമ്മൾ അടുക്കി വയ്ക്കുന്നുണ്ടെങ്കിൽ അതിനെയും നമുക്ക് ബിൻ എന്ന് പറയാം. അപ്പോൾ എവിടെയാണോ മെറ്റീരിയൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത് അതിനെയാണ് നമ്മൾ ബിൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then let us come to this particular point, that is double bin system. In double bin system what we are doing is, സാധാരണഗതിയിൽ ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് വലിയ വിലയൊന്നുമില്ലാത്ത മെറ്റീരിയൽ, അങ്ങനെ വളരെ അത്യാവശ്യമുള്ളതോ ദാറ്റ് ഈസ് ഇൻഎക്സ്പെൻസീവ് ആൻഡ് നോൺ എസെൻഷ്യൽ മെറ്റീരിയൽസ്, അത്തരം മെറ്റീരിയലുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഡബിൾ ബിൻ സിസ്റ്റം ഉപയോഗിക്കുന്നത്. സോ ഹിയർ നമ്മൾ 2 ബിന്നുകളുണ്ട്. ദർ വിൽ ബി 2 bins or 2 compartments for the storage of material. ഓരോ ബിന്നിനെയും ആദ്യത്തെ ബിന്നിനെ നമ്മൾ പറയും ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് റണ്ണിങ് ബിൻ. രണ്ടാമത്തേതിനെ നമ്മൾ പറയും റിസർവ് ബിൻ. റണ്ണിങ് ബിൻ ആൻഡ് റിസർവ് ബിൻ. ദാറ്റ് ഈസ് whenever some kind of request for material is received, we will issue material from the running bin only. നമുക്ക് എപ്പോഴെങ്കിലും മെറ്റീരിയൽ വേണം എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ, പ്രൊഡക്ഷൻ സെൻറ്ററിൽ നിന്നൊക്കെ റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടെ നിന്ന് മെറ്റീരിയൽ എടുത്ത് കൊടുക്കും, ഈ റണ്ണിങ് ബിന്നിൽ നിന്ന് മെറ്റീരിയൽ എടുത്ത് കൊടുക്കും. ഓക്കെ, വെൻ ദിസ് റണ്ണിങ് ബിൻ ഹാസ് എക്സോസ്റ്റഡ് എന്ന് വെച്ചാൽ അത് പൂർണ്ണമായും തീർന്നു കഴിഞ്ഞു എന്ന് വിചാരിക്കുക. when it becomes empty, we will place a new order to replenish the stock. നമ്മളൊരു പുതിയ ഓർഡർ കൊടുത്തിട്ട് ആ റണ്ണിങ് ബിൻ ഫില്ല് ചെയ്യാൻ നോക്കും. Then after placing an order, there will be a time gap between placing an order and delivery of goods delivery of മെറ്റീരിയൽ ബൈ ദ സപ്ലയർ. സപ്ലയർക്ക് ഒരു ഓർഡർ കൊടുക്കുന്നതും സപ്ലയർ ആ സാധനം, ആ മെറ്റീരിയൽ നമുക്ക് നമ്മുടെ സ്ഥാപനത്തിൽ കൊണ്ടുവന്ന് തരുന്നതും തമ്മിൽ അവിടെ ഒരു ടൈം ഗ്യാപ്പ് ഉണ്ടാവും. ആ ടൈം ഗ്യാപ്പിനെയാണ് നമ്മൾ ലീഡ് ടൈം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വാട്ട് ഈസ് ലീഡ് ടൈം? ഇറ്റ് ഈസ് ദ ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ പ്ലേസിങ് ആൻ ഓർഡർ ആൻഡ് ആക്ച്വൽ റെസിപ്റ്റ് ഓഫ് മെറ്റീരിയൽ ഫ്രം ദ സപ്ലയർ. ഓക്കെ, അപ്പോൾ ആ ടൈം ഗ്യാപ്പിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് ഈ സ്ഥാപനത്തിലെ മെറ്റീരിയലിന് വേണ്ട ആവശ്യകതകളൊക്കെ നമ്മൾ ഏതിൽ നിന്ന് മീറ്റ് ചെയ്യും? വി വിൽ മീറ്റ് ഇറ്റ് ഫ്രം ദ റിസർവ് ബിൻ. ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ റിസർവ്. അതായത് ഈ ഫസ്റ്റ് ബിന്നിലേക്കുള്ള മെറ്റീരിയലുകൾ വരുന്നത് വരെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഏത്? ഈ പറയുന്ന റിസർവ് ബിൻ. ഓക്കെ, ആൻഡ് this is an important kind of source control technique, that is double bin system. Okay, then we can move on to the third one, that is stores stock levels. So what is stores stock levels? Stock levels എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് we are fixing different stock levels for materials, all kinds of materials. എല്ലാ മെറ്റീരിയലുകൾക്കും നമ്മൾ പല തരത്തിലുള്ള സ്റ്റോക്ക് ലെവലുകൾ നിർണ്ണയിക്കുന്നു. സ്റ്റോക്ക് ലെവൽ എന്ന് പറഞ്ഞാൽ മാക്സിമം ലെവൽ, മിനിമം ലെവൽ, ഡേഞ്ചർ ലെവൽ, റീഓർഡർ ലെവൽ, അങ്ങനെയൊക്കെയുള്ള ലെവലുകളാണ്. അപ്പോൾ ഇങ്ങനത്തെ ഓരോ ലെവലുകൾ നമ്മൾ ഫിക്സ് ചെയ്ത് വയ്ക്കും. അപ്പോൾ അത് ഓരോന്നും നമുക്ക് വരുന്നതിനനുസരിച്ച് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. സ്റ്റോക്ക് ലെവൽ, ദാറ്റ് മീൻസ് വി ആർ ഫിക്സിങ് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് സ്റ്റോക്ക്. Okay, so among them first one is maximum level. So what is maximum level? Maximum level refers to the maximum or that level which shows the maximum quantity of material that can be stored in a bin. ഒരു ബിന്നിൽ, അതായത് ഒരു സ്ഥലത്ത് പരമാവധി ഒരു മെറ്റീരിയൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്ന അളവ്, that measure is termed as what? മാക്സിമം ലെവൽ. പരമാവധി സ്റ്റോർ ചെയ്ത് വെക്കാവുന്ന മെറ്റീരിയലിൻ്റെ അളവിനെയാണ് എന്തെന്ന് പറയുന്നത്? മാക്സിമം ലെവൽ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് സപ്പോസ് വി ആർ യൂസിങ് എ ഡ്രം. ദിസ് ഡ്രം ഈസ് ഹാവിങ് എ കപ്പാസിറ്റി ടു സ്റ്റോർ 100 kg ഓഫ് മെറ്റീരിയൽ. ഈ ഡ്രമ്മിന് 100 kg മെറ്റീരിയൽ സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് ഉണ്ടെന്ന് വിചാരിക്കുക.
നമ്മൾ ഈ 100 kg എടുത്ത് വെക്കില്ല. ക്വാളിറ്റി ഡിറ്റീരിയോറേറ്റ് ചെയ്യാതെ നമ്മൾ വളരെ പെർഫെക്റ്റായിട്ട് അത് സേവ് ചെയ്ത് വെക്കണമെങ്കിൽ സംടൈംസ് വി മേ ഫിക്സ് ദ മാക്സിമം ലെവൽ ആസ് 90 kg, 90 കിലോ വെച്ചാൽ മതി എന്ന് പറയും. അപ്പോൾ അതാണ്, അതായത് മാക്സിമം എത്രയാണോ ഒരു മെറ്റീരിയൽ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത് ആ ലെവലിനെയാണ് മാക്സിമം ലെവൽ എന്ന് പറയുന്നത്. ദർ ഈസ് എ ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് ദിസ് മാക്സിമം ലെവൽ. Maximum level, it can be calculated from the following formula. The formula is like this. It is given in the slide. That is reorder level plus reorder quantity minus minimum consumption into minimum reorder period. So reorder level എന്തെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴാണോ ഒരു രണ്ടാമതൊരു ഓർഡർ പ്ലേസ് ചെയ്യുന്നത് ആ അതായത് മെറ്റീരിയലിൻ്റെ ലെവൽ ഈ റീഓർഡർ ലെവലിൽ എത്തുമ്പോഴാണ് വി ആർ പുട്ടിങ് എ ഫ്രഷ് ഓർഡർ. ഓക്കെ, അപ്പോൾ ഏത് ലെവലിൽ എത്തുമ്പോഴാണോ നമ്മളൊരു പുതിയ ഓർഡർ പ്ലേസ് ചെയ്യുന്നത് അതിനെയാണ് റീഓർഡർ ലെവൽ എന്ന് പറയുന്നത്. റീഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടാമതൊരു ഇത് കൊടുക്കുമ്പോൾ, ഒരു ഓർഡർ കൊടുക്കുമ്പം എത്ര ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യാൻ പറയും എന്നുള്ളതാണ് റീഓർഡർ ക്വാണ്ടിറ്റി. മിനിമം കൺസംഷൻ എന്ന് പറഞ്ഞാൽ ആവറേജ് നമ്മളൊരു ദിവസമുള്ള കൺസംഷൻ എടുക്കും. ആവറേജുള്ള കൺസംഷൻ എന്ന് പറഞ്ഞാൽ മിനിമം എത്ര കൺസംഷൻ വരും, മാക്സിമം എത്ര കൺസംഷൻ വരും, പിന്നെ ഒരു ആവറേജ് എന്ന് പറയുന്നത് രണ്ടിൻ്റെയും കൂടെ ആവറേജ് ആയിരിക്കും എടുക്കുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ ഒരു ദിവസം നടക്കുന്ന മിനിമം കൺസംഷൻ ആൻഡ് മിനിമം റീഓർഡർ പീരീഡ്. മിനിമം റീഓർഡർ പീരീഡ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലീഡ് ടൈം എന്ന് പറയുന്ന സാധനം. നമ്മളൊരു ഓർഡർ പ്ലേസ് ചെയ്യുന്നു, അപ്പോൾ ആ റീഓർഡർ ചെയ്ത് കഴിഞ്ഞ ശേഷം, ഓർഡർ ചെയ്തതിന് ശേഷം അത് നമുക്ക് സാധനം കൊണ്ടുവന്ന് തരുന്നതിന് വേണ്ട മിനിമം ദിവസങ്ങൾ, അതിനെയാണ് മിനിമം റീഓർഡർ പീരീഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദിസ് ഈസ് ദ ഫോർമുല. മാക്സിമം ലെവൽ ഇസ് ഈക്വൽ ടു റീഓർഡർ ലെവൽ പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി മൈനസ് മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ലെവലിലേക്ക് നോക്കാം. അടുത്ത ലെവൽ, സെക്കൻഡ് ലെവൽ, അതിനെ പറയും മിനിമം ലെവൽ. അപ്പോൾ മിനിമം ലെവൽ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്. മിനിമം ലെവൽ ഈസ് ഈക്വൽ ടു, മിനിമം ലെവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ മിനിമം ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ദാറ്റ് ഷുഡ് ബി മെയിൻറ്റെയിൻഡ് അറ്റ് ഓൾ ടൈം ഇൻ ദ ഓർഗനൈസേഷൻ. ഒരു സ്ഥാപനത്തിൽ എല്ലാ സമയത്തും മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു മെറ്റീരിയലിൻ്റെ ലെവൽ. എപ്പോൾ നമ്മൾ നോക്കിയാലും ഇത്രയെങ്കിലും മെറ്റീരിയൽ ആ സ്ഥാപനത്തിൽ ഉണ്ടാവണം. ഓക്കെ, അല്ലെങ്കിൽ ആ ബിന്നിൽ ഉണ്ടാകണം. അതിനെയാണ് മിനിമം ലെവൽ എന്ന് പറയുന്നത്. ആ മിനിമം ലെവൽ എങ്ങനെ കാണാം? മിനിമം ലെവൽ, ദർ ഇസ് എ ഫോർമുല. മിനിമം ലെവൽ ഇസ് ഈക്വൽ ടു റീഓർഡർ ലെവൽ മൈനസ് നോർമൽ കൺസംഷൻ ഇൻറ്റു നോർമൽ റീഓർഡർ പീരീഡ്. നോർമൽ കൺസംഷൻ എന്ന് വെച്ചാൽ ഒരു ആവറേജ് ആയിട്ട് സാധാരണ എത്രയാണോ കൺസംഷൻ, അത് മിനിമം അല്ല മാക്സിമം അല്ല, ഒരു ആവറേജ്, അതാണ് നോർമൽ സാധാരണഗതിയിലുള്ളത്. then അതേപോലെ റീഓർഡർ പീരീഡ്, ആ ലീഡ് ടൈം ഞാൻ പറഞ്ഞല്ലോ, അതിന് വേണ്ടി വരുന്ന ഒരു നോർമൽ ടൈം. ഓക്കെ, അതാണ് ഈ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മിനിമം സ്റ്റോക്ക് ലെവൽ കണ്ടുപിടിക്കാം. ദെൻ എന്താണ് നോർമൽ റീഓർഡർ പീരീഡ്? നോർമൽ റീഓർഡർ പീരീഡ് എന്ന് പറയുന്നത് നമ്മൾക്ക് വേണ്ട, ഞാൻ പറഞ്ഞു നമ്മളൊരു ഓർഡർ ലീഡ് ടൈം പറഞ്ഞു, ആ ലീഡ് ടൈമിൻ്റെ ഒരു മിനിമം ഇത്ര ദിവസം ഉണ്ടാകും. ഇപ്പോൾ നമ്മളൊരു ഓർഡർ പ്ലേസ് ചെയ്താൽ മിനിമം ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് അയാൾക്ക് കൊണ്ടുവന്ന് തരാൻ പറ്റുള്ളൂ. പരമാവധി ഏറ്റവും ലേറ്റായിട്ട് അയാളൊരു 12 ദിവസത്തിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് തരും എന്ന് വിചാരിക്കുക. അപ്പോൾ മിനിമം പീരീഡ് എന്ന് പറയുന്നത് 5, മാക്സിമം എന്ന് പറയുന്നത് 12. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ നോർമൽ എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് ഡിവൈഡഡ് ബൈ 2, അതായത് മിനിമം റീഓർഡർ പീരീഡ് പ്ലസ് മാക്സിമം റീഓർഡർ പീരീഡ് ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഇവിടെയാണെങ്കിൽ നമ്മൾ മിനിമം 5 പറഞ്ഞത്, മാക്സിമം 12 പറഞ്ഞത്, 17/2, അപ്പോൾ എത്ര വരും? 8.5. സോ ദിസ് ഈസ് ദ നോർമൽ റീഓർഡർ പീരീഡ്. ദെൻ another level is the reorder level. So what is reorder level? Reorder level refers to the level at which a new order is placed for the purchase of raw material, for the fresh issue of material by the supplier. ഏത് ലെവലിൽ എത്തുമ്പോഴാണോ നമ്മളൊരു ഓർഡർ, സപ്ലയറുടെ അടുത്തേക്ക് ഒരു ഓർഡർ കൊടുത്തിട്ട് പുതിയതായിട്ട് മെറ്റീരിയൽ വാങ്ങാൻ
പറയുന്നത്, ആ ലെവലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റീ ഓർഡർ ലെവൽ എന്ന് പറയുന്നത്. റീ ഓർഡർ ലെവലിൻ്റെ ഫോർമുല ഇങ്ങനെയാണ്. അതിന് 2-3 ഫോർമുല ഉണ്ട്. ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യത്തെ ഒരു ഫോർമുല എന്ന് പറയുന്നത് റീ ഓർഡർ ലെവൽ ഈസ് ഈക്വൽ ടു മാക്സിമം കൺസംഷൻ ഇൻറ്റു മാക്സിമം റീ ഓർഡർ പീരീഡ്. മാക്സിമം കൺസംഷൻ ഇൻറ്റു മാക്സിമം റീ ഓർഡർ പീരീഡ്. അല്ലെങ്കിൽ ഉള്ള ഫോർമുല എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: മിനിമം ലെവൽ പ്ലസ് ആവറേജ് കൺസംഷൻ ഇൻറ്റു ആവറേജ് റീ ഓർഡർ പീരീഡ്. മിനിമം ലെവൽ പ്ലസ് ആവറേജ് കൺസംഷൻ ഇൻറ്റു ആവറേജ് കൺസംഷൻ ഇൻറ്റു ആവറേജ് റീ ഓർഡർ പീരീഡ്. ഓക്കെ, so that is reorder level. Minimum level plus average consumption into average reorder period. Then there is another formula, that is minimum level plus consumption during lead time. Consumption during lead time. Lead time എന്താണെന്ന് പറഞ്ഞു. ലീഡ് ടൈം എന്ന് പറയുന്നത് നമ്മളൊരു ഓർഡർ പ്ലേസ് ചെയ്യുന്നു. ഓർഡർ പ്ലേസ് ചെയ്തതിന് ശേഷം എത്ര ദിവസം കൊണ്ടാണോ അയാൾ സപ്ലയർ നമുക്ക് സാധനം കൊണ്ടുതരുന്നത്, ആ ടൈം ഗ്യാപ്പിനെയാണ് ലീഡ് ടൈം എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ ആവറേജ് സ്റ്റോക്ക് ലെവൽ. സോ വാട്ട് ഈസ് ആവറേജ് സ്റ്റോക്ക് ലെവൽ? ആവറേജ് സ്റ്റോക്ക് ലെവൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്. ആവറേജ് സ്റ്റോക്ക് ലെവൽ ഈസ് ദിസ് തിങ്, ദറ്റ് ഈസ് മിനിമം ലെവൽ പ്ലസ് ഹാഫ് റീ ഓർഡർ ക്വാണ്ടിറ്റി. മിനിമം ലെവൽ പ്ലസ് ഹാഫ് റീ ഓർഡർ ക്വാണ്ടിറ്റി. മിനിമം ലെവൽ പ്ലസ് റീ ഓർഡർ ക്വാണ്ടിറ്റി. റീ ഓർഡർ, നമ്മളൊരു ഓർഡർ കൊടുക്കുമ്പോൾ എത്രയാണോ ക്വാണ്ടിറ്റി കൊടുക്കുന്നത് അതിൻ്റെ പകുതി റീ ഓർഡർ ക്വാണ്ടിറ്റി. സോ വി വിൽ ഗെറ്റ് ആവറേജ് സ്റ്റോക്ക് ലെവൽ. ദെൻ അനദർ ലെവൽ ഈസ് ഡേഞ്ചർ ലെവൽ. ഡേഞ്ചർ ലെവൽ എന്ന് പറഞ്ഞാൽ നാച്ചുറലി അത് ഈ മിനിമം ലെവലിനേക്കാളും താഴെയുള്ളതാണ്. അപ്പോൾ ഈ ലെവൽ എന്ന് പറഞ്ഞാൽ മിനിമം ലെവലിനേക്കാൾ താഴെയാണ്. ഈ ലെവലിലേക്ക് മെറ്റീരിയൽ എത്തിക്കഴിഞ്ഞാൽ, മെറ്റീരിയൽ എത്താൻ അനുവദിക്കാൻ പാടില്ല. മിനിമം ലെവലിൽ നമ്മളെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കണം. ബട്ട് in certain contingencies it may happen that the level of the material may come below the minimum level. മിനിമം ലെവലിനേക്കാളും താഴ്ന്നു പോയേക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മളതിൻ്റെ താഴെ ഒരു ലെവലും കൂടെ കൊടുക്കണം. ആ ലെവലിനെയാണ് പറയുന്നത് ഡേഞ്ചർ ലെവൽ. അപ്പോൾ ഈ ഡേഞ്ചർ ലെവൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സാധാരണ സപ്ലയറുടെ അടുത്ത് നിന്ന് സാധനം കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കരുത്. നമ്മൾ എന്ത് ചെയ്യണം? വി ഷുഡ് ഗോ ഫോർ എമർജൻസി പർച്ചേസ്. എങ്ങനെയെങ്കിലും നമുക്ക് വേണ്ട റോ മെറ്റീരിയൽ ഇവിടെ കൊണ്ടുവന്ന് എത്തിക്കണം. അതർവൈസ് വാട്ട് വിൽ ഹാപ്പൻ ഈസ് ദ പ്രൊഡക്ഷൻ വിൽ ബി സ്റ്റോപ്ഡ്. പ്രൊഡക്ഷൻ നിന്ന് പോകും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഡേഞ്ചർ ലെവലിൽ എത്തിയിട്ടുള്ള മെറ്റീരിയലുകൾ ഉണ്ടെങ്കിൽ അത് എങ്ങനെയെങ്കിലും വാങ്ങിക്കുക. എമർജൻസി പർച്ചേസ്. ദ ഫോർമുല ഈസ് ലൈക്ക് ദിസ്: ആവറേജ് കൺസംഷൻ ഇൻറ്റു മാക്സിമം റീ ഓർഡർ പീരിയഡ് ഫോർ എമർജൻസി പർച്ചേസ്. Average consumption into maximum reorder period for emergency purchase. Okay, there is another formula, that is danger level is equal to minimum consumption into minimum reorder period. Minimum consumption into minimum reorder period. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നതെല്ലാമാണ് എന്ത്? പ്രധാനപ്പെട്ട സ്റ്റോക്ക് ലെവൽസ്. ഡിഫറെൻറ്റ് സ്റ്റോക്ക് ലെവൽസ്, അതായത് മാക്സിമം ലെവൽ, ദെൻ മിനിമം ലെവൽ. മാക്സിമം ലെവൽ എന്ന് വെച്ചാൽ പരമാവധി എത്ര സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും മെറ്റീരിയൽ എന്നുള്ളത്. നെക്സ്റ്റ് ഈസ് മിനിമം ലെവൽ, ഏറ്റവും ചുരുങ്ങിയത് എത്ര മെറ്റീരിയൽ വേണം എല്ലാ സമയത്തും. ദെൻ റീഓർഡർ ലെവൽ, ഏത് ലെവലിലെത്തുമ്പോഴാണ് നമ്മൾ ഒരു പുതിയ ഓർഡർ പ്ലേസ് ചെയ്യേണ്ടത്, ആ ലെവലാണ് റീഓർഡർ ലെവൽ. പിന്നെ ആവറേജ് സ്റ്റോക്ക്, എല്ലായ്പ്പോഴും ആ സ്ഥാപനത്തിൽ ഉണ്ടാവേണ്ട മെറ്റീരിയലിലുള്ള ഒരു ആവറേജ് സ്റ്റോക്ക് എത്രയാണ് എന്നുള്ളത്. ദെൻ ഡേഞ്ചർ ലെവൽ. ഇത്രയും കാര്യങ്ങളാണ് ഡിഫറെൻറ്റ് സ്റ്റോക്ക് ലെവലുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് വി ഹാവ് ടു ഡിസ്കസ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.